ABCDEFG എന്ന മട്ടിൽ വിചിത്രമായ പേരുകളിലെ അച്ഛന്മാർ, വട്ടപ്പൂജ്യം വീട്ടു നമ്പറുകൾ, ഇരട്ട വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് എന്നിങ്ങനെ ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, രാജ്യത്തിന്റെ ഡെമോക്രസി ആസൂത്രിതമായി കഴിവിലേറ്റപ്പെടുന്ന സത്യസാക്ഷ്യങ്ങൾ. വാർത്താ സമ്മേളനങ്ങൾ ഈ രാഹുലല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുന്ന പോരാട്ട നാളുകളിലാണ്. ആ പോരാട്ടം ഏറ്റെടുത്ത് വീട് വീടാനന്തരം വിരമ്പണ്ട കാലത്താണ്. ഓരോ പ്രവർത്തകനും തെരുവിലോരോ തീപ്പണ്ടമാകേണ്ട ഒരു രാഷ്ട്രീയ കാലത്താണ്. കോൺഗ്രസിന്റെ യുവസംഘടന അതിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നാണക്കേടിൽ ക്രൂരമായ പീഡന പരാതികൾ, നേതാവിന്റെ മുഖം നഷ്ടമാവൽ, രാജിവെക്കൽ, അധ്യക്ഷൻ തന്നെ മനോവീര്യം കഴിവിലേറ്റിക്കൊന്ന് പ്രേതരൂപിയാക്കിയ സംഘടന ഇന്നും ഉയർത്തമിട്ട് കാണാനില്ല. ഏതു ചർച്ചയിലും വാക്കുമൂർച്ചയിൽ മാത്രമല്ല, അടുത്ത കാലത്ത് ഏറ്റവും ഗ്രോത്ത് റേറ്റ് ഉള്ള പ്രോമിസിംഗ് ആയ അപ്കമിംഗ് ആയ ഒരു നേതാവ് അടൂരിൽ നിന്ന് വണ്ടി കയറി വന്നിട്ടും പാലക്കാട്ടെ മനുഷ്യർ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ചരിത്ര ഭൂരിപക്ഷത്തിന് നിയമസഭയിലേക്ക് അയച്ച നേതാവിനോട് ഉയർന്ന ചോദ്യങ്ങളിൽ നീയൊക്കെ ആരാടാ എന്നോട് ഇതൊക്കെ ചോദിക്കാനെന്ന അഹങ്കാരത്തിന്റെ പരിഭാഷാ വർത്താനം, ഹൂ കേസ് എന്ന ധാർഷ്ട്യത്തിന് അയാൾ തകർത്ത് കളഞ്ഞ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും വിലാപങ്ങളും കാലവും കൊടുക്കുന്ന മറുപടിയാണ്. രായ്ക്കുരാമാനം വക്കീൽ ഓഫീസിൽ പോയി വക്കാലത്തും കൊടുത്ത് നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ എന്തോ പൊനത്തിൽ കയറി വാലും ചുരുട്ടി നാണം കെട്ട ഒളിച്ചുകളി. പുത്തൻ കാലം, പുതിയ മോറൽ സംവേദനങ്ങൾ. ശരിയാണ്, ഒരേ സമയം പല ബന്ധങ്ങൾ, കിടപ്പറ സ്നേഹങ്ങൾ പുതിയ കാലത്തിന് ആനക്കാര്യമല്ല. പക്ഷേ മനുഷ്യൻ മനുഷ്യനോടൊന്നല്ല, അവന്റെ സഹജീവിയോട് കാണിക്കേണ്ട ഒരു എമ്പതിയുണ്ട്. എമ്പതിയില്ലായ്മയുടെ ദയാർഹിത ശബ്ദം സകല ന്യായവാദ ക്യാപ്സ്യൂളുകൾക്ക് മുകളിൽ ഉയർന്നു കേൾക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൊട്ടോറിയസ് എപ്പിസോഡിന്റെ കളങ്കിതമായ ദുരന്തമാക്കി. ആ ഭ്രൂണഹത്യയിൽ ശരീരം മാത്രമല്ല, വൈകാരികമായി അങ്ങേയറ്റം തരിപ്പണമായി ഫ്രജയിലായി നിൽക്കുന്ന ഒരു പാവം പെങ്കൊച്ചിനോട് തന്തയില്ലാത്ത കൊച്ചെന്നും ഞാനില്ല നീയങ്ങ് ഉണ്ടാക്കുന്ന തെറിവിളിക്കാനും അങ്ങേ തലക്കൽ തകർച്ച പറഞ്ഞ് വാവിട്ട് കരയുന്ന ഒരു പെണ്ണിനോട് ഡ്രാമ കളിക്കല്ലേ എന്നൊക്കെ അധികാരത്തിലിരിക്കുന്ന ഒരുത്തൻ ആർദ്രതയില്ലാതെ പറയുന്നെങ്കിൽ അതിലുള്ളത് ക്രിമിനാലിറ്റിയാണ്. MLA സീറ്റ് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത മനസാക്ഷി വിരുദ്ധത. എനിക്ക് നിന്നിൽ കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഗർഭിണിയാക്കാനും അത് കഴിഞ്ഞ് കുഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അബോർഷൻ ഗുളികയിൽ കലക്കി തരാതരം പറയാൻ വികാരങ്ങളെ ഇടം ബലമിട്ട് അമ്മാനമാടാ പെണ്ണെന്താ മജ്ജയും മാംസവും ഇല്ലാത്ത ചൈനീസ് നിർമ്മിത സിലിക്കൺ സെക്സ്പാവയാണോ മാങ്കൂട്ടമേ? തോന്നിയവാസ കളിക്ക് തന്റെ കളിക്കോപ്പാണോ? ഇക്കണ്ട മര്യാദഘട്ട പണി അത്രയും ചെയ്തിട്ട് അതെന്റെ ഗർഭമല്ല, പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ബാധ്യത, ഗുളിക കൊടുത്തൊരു തെളിവുണ്ടോ, ആരെങ്കിലും കണ്ടവരുണ്ടോ തുടങ്ങി ടെക്നിക്കാലിറ്റിയിൽ മുക്കിപ്പൊരിച്ച ഊളൻ ന്യായങ്ങൾ വാങ്ങിയ കാശിന് കൂറ് കാണിക്കുന്ന വക്കീൽ ബുദ്ധി കൊണ്ട് പുഴുങ്ങി തിന്നണം. ആ പെൺകുട്ടിയെ പിന്നെയും സ്ലട്ട് ഷേമിംഗിൽ തെരുവിൽ അധിക്ഷേപിക്കുന്ന PR സൈബർ പടയും രാഹുൽ ഈശ്വറിനെയും കണ്ട് കോൾമയിർ കൊള്ളാതെ ഒളിച്ച പുറത്തിൽ നിന്ന് പുറത്തുവാ. ചെയ്തു കൂട്ടിയ അധർമ്മപ്പടികൾ ആവർത്തിക്കില്ലെന്ന് വോട്ടർമാരോടെങ്കിലും സമസ്താപരാധം പറയണം. ഇല്ലെങ്കിൽ ഇനിയും ഹൂക്കേസ് ധാർഷ്ട്യമാണെങ്കിൽ കയ്യാവ് മാത്രമല്ല, രാഹുലെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ വനവാസകാലം, അകാലത്തിൽ കൂമ്പടഞ്ഞൊരു വിനാശകാലമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.